ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇലയടയാണ്. ഇലയടയ്ക്ക് വേണ്ട ഐറ്റംസ്: അരിപ്പൊടി, തേങ്ങ, ശർക്കര, ജീരകം, ഏലക്ക. ഇത് ഏലക്കയും ജീരകവും നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഒരു ഇലയട ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പൊടി കുഴയ്ക്കുന്നതിന് വേണ്ടി തിളപ്പിച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നേരിയ തോതിൽ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഞാൻ ആ വെള്ളത്തിലേക്കാണ് ഈ അരിപ്പൊടി കുഴയ്ക്കുന്നത്. പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം. വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊടി യൂസ് ചെയ്യാം. വെള്ളം ഇത്തിരി മുമ്പോട്ടാണ്. പൊടി ഇവിടെ ഉണ്ട്. നമുക്ക് കുറച്ച് പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നല്ല സ്മൂത്തായിരിക്കും, കഴിക്കാൻ നല്ല ഒരു സുഖമാണ്. ഇതുപോലെ ഞാൻ കുഴച്ചെടുക്കും. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ആ ജീരകവും ശർക്കരയും ഏലക്കയും എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. വെള്ളം തൊട്ട് വേണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടും. കുറച്ച് നൈസായിട്ട് ആണെങ്കിൽ കഴിക്കാനൊരു ഇതാണ്. ഞാൻ കട്ടി കുറയ്ക്കും. ഞാൻ നന്നായിട്ട് കട്ടി കുറച്ചായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കതാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ തേങ്ങയും ശർക്കരയും എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യും. അതിന് ശേഷം നമ്മളിത് ക്ലോസ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്കൊരു 2-3 എണ്ണം ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് അടുപ്പയിലേക്ക് വയ്ക്കാം. ഇവിടെ കിച്ചണിൻ്റെ വിൻഡോയിൽ കൂടി നല്ല വെയിലടിക്കും. അപ്പോൾ അതുകൊണ്ടൊരിത്തിരി ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. നമ്മൾ രാവിലെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം പിന്നെ എനിക്കത് ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശേ മാവെടുത്ത് വയ്ക്കാറുള്ളൂ. പക്ഷെ എനിക്ക് കട്ടി കുറവ് വേണ്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. രാവിലത്തെ ധൃതിയിലുണ്ടാക്കുന്ന അടകളാണ് കേട്ടോ. പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്ന ഏത് ഐറ്റംസും ഈ ജോലിക്ക് പോകാവുന്നവർക്ക് പെട്ടെന്നുണ്ടാക്കി പോകാവുന്ന വിധത്തിലാണ് എൻ്റെ കുക്കിങ്ങൊക്കെ. കാരണം ഞാനും ജോലി തിരക്കിനിടയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ആ രീതിയിൽ എൻ്റെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കുറച്ച് ഈസി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇത് അടുപ്പയിലേക്ക് വെക്കാം. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വയ്ക്കാം. അട വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വേവുന്നതിന് വേണ്ടി ഇടാം. വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആയിട്ടുണ്ട്, കണ്ടോ? ആവി കാരണം
ഇത് ക്ലിയർ ആകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം. ഇലയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ശർക്കര വെള്ള ശർക്കരയാണ്. നമ്മുടെ നാട്ടിലെ കറുത്ത ശർക്കര ഇവിടെ കിട്ടുന്നത് കുറവാണ്. കിട്ടും, പക്ഷേങ്കിൽ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വെള്ള ശർക്കര ആയതുകൊണ്ട് ഞാൻ അത് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ കളറ് കാണാത്തത്. അപ്പം ഇലയുടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും കണ്ട അഭിപ്രായം പറയണേ.